നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പീൻ എന്നവിടെ വായിക്കുന്നത് കാണാൻ കഴിയുന്നു. ഇതിങ്ങനെ ഒരു വർഷിപ്പ് സെഷൻ ആയതുകൊണ്ട് ആ പുസ്തകത്തിന്റെ ഒരു ആമുഖത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ വാക്യത്തിനകത്ത് മാത്രം നിൽക്കുക. ആ വാക്യത്തിൽ 2 ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ. 2, അവന്റെ കൂട്ടായ്മയിൽ നടക്കുക. അപ്പൊ 1, നമ്മൾ അവനെ കൈക്കൊണ്ടു. നമ്മൾ അവനെ കൈക്കൊണ്ടു എന്ന് പറയുമ്പോൾ സ്വീകരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഏതാനും സത്യങ്ങൾ മാത്രമല്ല, ക്രിസ്തുവിനെ തന്നെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചു. 2 വിധത്തിലാണ് ആ സ്വീകരണം നടന്നത്. വീണ്ടെടുപ്പ് വേലയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ കർത്താവായി സ്വീകരിച്ചു. നമ്മളിൽ ഭൂരിപക്ഷം ആളുകളും ചിലപ്പോൾ ക്രിസ്ത്യൻ റിലീജിയനിൽ ജനിച്ചവരായിരിക്കും. പക്ഷേ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം ഒരു റിലീജിയനിൽ ജനിച്ചത് കൊണ്ടല്ല, അവനെ കൈക്കൊണ്ടത് കൊണ്ടാണ്. 1, രക്ഷിതാവായി. 2, കർത്താവ്. ലോർഡ്ഷിപ്പിലേക്ക് നമ്മൾ വന്നു. യേശു എൻ്റെ കർത്താവാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നീ എൻ്റെ ഉടമസ്ഥനാണെന്നാണ്, നീ എൻ്റെ യജമാനനാണെന്നാണ്, നീ എൻ്റെ അധികാരിയാണെന്നാണ്. ഇനി മുതൽ ഞാൻ എൻ്റേതല്ല, യേശുവിൻ്റേതാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കാറുണ്ട്, ഈ കർത്തൃത്വത്തെ കൂടെ ഏറ്റുപറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ ശരീരത്തിൻ്റെ യജമാനൻ യേശുവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ ഉടമസ്ഥൻ യേശുവാണ്, എൻ്റെ തലമുറയുടെ യജമാനൻ യേശുവാണ്. അപ്പോൾ യേശുവിനെ വീണ്ടെടുപ്പ് വേലയുടെ അടിസ്ഥാനത്തിൽ രക്ഷകനായി നമ്മൾ സ്വീകരിച്ചു. അവിടെ രക്ഷകൻ എന്ന് പറയുമ്പോൾ വേറൊരു രക്ഷകനില്ല. സേവിയർ എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ മീനിങ്ങിലേക്ക് നമ്മൾ നോക്കിയാൽ, അത് വെബ്സ്റ്റേഴ്സ് ഡിക്ഷണറി ആയാലും അത് ഓക്സ്ഫോർഡ് ഡിക്ഷണറി ആയാലും ഏത് ഡിക്ഷണറിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലും സേവ്യർ എന്നുള്ള ആ വേർഡിന് കൊടുത്തിരിക്കുന്ന മീനിങ് രക്ഷകൻ, ഉദ്ധാരകൻ, പ്രാണദാതാവ്, മോക്ഷദാതാവ് എന്നൊക്കെ എഴുതിയിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യേശു ക്രിസ്തു, വേറൊരു രക്ഷകനില്ല. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു, യേശുവിനെ വീണ്ടെടുപ്പുകാരനായി സ്വീകരിച്ചു. എങ്ങനെ നമ്മൾ സ്വീകരിച്ചു? കൊലോസ് ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 3 വിധത്തിലാണ് നമ്മൾ സ്വീകരിച്ചത്. 1, നമ്മൾ കേട്ടറിഞ്ഞു. കൊലോസ്യർ 1:16 നമ്മൾ വായിക്കുന്നത്, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലും എത്തി, നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ. അപ്പോൾ നമ്മൾ യഥാർത്ഥമായി കേട്ടറിഞ്ഞു. 2-ാമത്തെ കാര്യം 10-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്നു. അപ്പോൾ യേശുവിനെ പറ്റി നമ്മൾ കേട്ടറിഞ്ഞു, കേട്ടറിഞ്ഞതിൽ നമ്മൾ നടന്നു. അതേ വാക്യത്തിൽ നമ്മൾ അതിൻ്റെ ബി പാർട്ടിൽ വായിക്കുന്നത് നടന്നതിൽ നിറഞ്ഞു. അപ്പോൾ അറിഞ്ഞു, നടന്നു, നിറഞ്ഞു. ഇങ്ങനെ നമ്മൾ യേശുവിനെ കൈക്കൊണ്ടു. അടുത്ത ഏറ്റവും സവിശേഷമായ പദം, ആ കൈക്കൊണ്ടതുപോലെ. അതിനൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, അതിനൊരു ടൈം ഉണ്ടായിരുന്നു. അവനെ കൈക്കൊണ്ടതുപോലെ കൈക്കൊണ്ട അന്നു മുതൽ നമ്മോട് ദൈവം ആവശ്യപ്പെടുന്നത് ഈ ഫെലോഷിപ്പിൽ നടക്കുക എന്നുള്ളത്. കൂട്ടായ്മയിൽ, എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ്, കൂട്ടായ്മയിൽ, ഒരുമിച്ച് പറഞ്ഞ്, കൂട്ടായ്മയിൽ നടക്കുക. അവിടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ടോട്ടലി അതൊരു ന്യൂ ടെസ്റ്റ്മെന്റ് വേർഡാണ്. കാരണം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൂട്ടായ്മ എന്ന പദം നമ്മൾ കാണുന്നില്ല. അതിന് പകരമായിട്ട് മറ്റ് ചില പദങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലൊരു പദമാണ് സഖിത്വം. സഖിത്വം. സദൃശവാക്യത്തിൽ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ സഖിത്വം
അവൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും. അവിടെ ഈ സഖിത്വം എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പാണ്. ദൈവം അങ്ങനെയാണ് നമ്മളിൽ നിന്ന് ഫെലോഷിപ്പ് ആഗ്രഹിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണ്, സഖിത്വം. സദൃശ്യവാക്യത്തിൽ അതിന് തത്തുല്യമായ പദം സഖ്യത എന്നാണ്. സദൃശ്യവാക്യം 3:32 നീതിമാന്മാർക്കോ അവന്റെ സഖ്യതയുണ്ട് എന്നാണ്. അതിൽ POC ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്നത് സൗഹാർദ്ദം എന്നാണ്. അവന്റെ ഭക്തന്മാർക്ക് അവന്റെ സൗഹാർദ്ദം ഉണ്ട്. സത്യത്തിൽ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുമായിട്ട് ആ സൗഹാർദ്ദം ഉണ്ടാകാൻ. ഈ സൗഹാർദ്ദതയിൽ പഴയ നിയമത്തിൽ പലരും എത്തപ്പെട്ടതുകൊണ്ടാണ് അവരെ പേര് മാറ്റി ദൈവം വിളിച്ചത്. അബ്രഹാമിനെ വിളിച്ചില്ലേ, അബ്രഹാം എൻ്റെ സ്നേഹിതൻ. ദാനിയേലിനെ വിളിച്ചില്ലേ, ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയേലേ. ദാവീദിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇശായിയുടെ പുത്രനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഫെലോഷിപ്പ്. ദൈവം അങ്ങനെ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. മോശയെ കുറിച്ച് പറഞ്ഞത്, ഒരുത്തൻ തന്റെ സ്നേഹിതനോട് സംസാരിച്ചതുപോലെ മുഖാമുഖമായി സംസാരിച്ചു, ഫേസ് ടു ഫേസ്. പ്രിയരെ, നമ്മൾ അവിടെ ചെല്ലുകയാണെങ്കിൽ കർത്താവിന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ശരിക്കും കൂട്ടായ്മയുടെ ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ. വർഷിപ്പിനകത്ത് ഡോക്ടർ ബ്ലസ്സമ്മേമനെ പാടുന്നു, ഡോക്ടർ ടോം ഫിലിപ്പ് പാടുന്നു, നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഓർക്കസ്ട്ര ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ ആ ഫെലോഷിപ്പിനകത്തേക്ക്, ആ ഫ്രണ്ട്ഷിപ്പിനകത്തേക്കൊന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അവിടെയാണ് നമ്മൾ പരസ്പരം മറക്കുന്നത്, പരിസരം മറക്കുന്നത്. അവിടെയാണ് നമ്മൾ അറിയാതെ കരഞ്ഞു പോകുന്നത്. അവിടെയാണ് നമ്മൾ അറിയാതെ ദൈവത്തെ ആരാധിക്കുന്നത്. അപ്പം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഫെലോഷിപ്പിന് തത്തുല്യമായ പദം സഖ്യതയാണെങ്കിൽ, ന്യൂ ടെസ്റ്റ്മെന്റിൽ വരുമ്പോൾ അത് ഫെലോഷിപ്പ് തന്നെയാണ്. ആ ഫെലോഷിപ്പ് കൊയ്നോനിയ എന്ന പദമാണ്. കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. കൂടിച്ചേർന്നിരിക്കുക, പരിസരമൊക്കെ മറന്ന് ദൈവമായിട്ട് കൂടി ചേർന്നിരിക്കുക. ശരിക്കും ഈ കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥ, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ എസൻസ് എന്ന് പറയുന്നത്. പല സന്ദർഭങ്ങളിൽ നമ്മുടെ ആരാധനകളൊക്കെ ചടങ്ങുകളായി മാറുമ്പോൾ അതിനകത്ത് ചിലർ ദൈവവുമായിട്ട് കൂടിച്ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് സന്ധ്യയിലും ഇങ്ങനെ ആഗ്രഹിക്കുന്ന ചിലർ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ ഫെലോഷിപ്പിനകത്ത് ശരിക്കും തൃത്വ കൂട്ടായ്മയാണ് വെളിപ്പെടുന്നത്. ഞാൻ ആ റെഫറൻസുകൾ മാത്രം പറഞ്ഞു പോകാം, പ്രസംഗിക്കുകയല്ല, റെഫറൻസുകൾ മാത്രം പറയാം. ഈ ഫെലോഷിപ്പിൽ പിതാവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 1-3 വാക്യത്തിൽ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പം പുതിയ നിയമത്തിലെ കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് പിതാവിനോട് കൂട്ടായ്മ. 1 കൊരിന്ത്യർ ലേഖനം 1-9 വാക്യത്തിലേക്ക് വരുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. അത് കഴിഞ്ഞ് 2 കൊരിന്ത്യർ ലേഖനം 13-14 വരുമ്പോൾ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശുക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ശരിക്കും തൃത്വ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ഇതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരും. യോഹന്നാന്റെ സുവിശേഷം 14-23 വാക്യത്തിൽ പറയാം, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ
അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. ആ പദം ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. യേശു പറയുക, എന്നെ സ്നേഹിക്കുന്നവൻ വചനം പ്രമാണിക്കും, എൻ്റെ വചനം പ്രമാണിക്കുന്നവനെ പിതാവ് സ്നേഹിക്കും. എന്നിട്ട് പറയാം, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും. ആര്? തൃത്വ ദൈവം, പിതാവായ ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വരും. ആ പദത്തെ ഞാൻ അങ്ങനെ തന്നെ ഇങ്ങെടുക്കുക. നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് ഇഷ്ടമാണ്. ഇതായിരുന്നു ദാവീദിന്റെ ഒക്കെ ഒരു വിജയം. അപ്പനും ഇല്ല, അമ്മയില്ല. അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത്, അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തോളൂ. അവിടെ ഒരു ഭയങ്കര ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു. ഒറ്റപ്പെട്ടിരിക്കുകയാണോ? ആരും ഇല്ലെന്ന് തോന്നുന്നു? നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇതാ ഫെലോഷിപ്പിന്റെ ഏറ്റവും ഹൈയസ്റ്റ് ലെവൽ. എന്തിനാ ഒത്തിരി നുറുങ്ങുന്നത്? എന്തിനാ ഒത്തിരി തകരുന്നത്? ഫെലോഷിപ്പ് വർദ്ധിച്ചാൽ മതി. ഈ ഫെലോഷിപ്പിന് ഒത്തിരി കാര്യങ്ങൾ റീസ്റ്റോർ ചെയ്യാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ, ദൈവം തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. പക്ഷെ ഉൽപ്പത്തി പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ 50-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ സുഗന്ധദ്രവ്യമിട്ട് ഒരു ശവപ്പെട്ടിയിൽ വെച്ചു. ഞാൻ ആ രണ്ട് പദങ്ങളെയും കൂടി ലിങ്ക് ചെയ്തു. ഭയങ്കര പർപ്പസിൽ ദൈവം സൃഷ്ടിച്ചവൻ ഇപ്പോ ആ പുസ്തകം അവസാനിക്കുമ്പോ അവനെ സുഗന്ധവർഗമിട്ട് ശവപ്പെട്ടിയിൽ വെച്ചു. പലരുടെ സ്ഥിതി ഇതാ. വിളി ഭയങ്കരമായിരുന്നു. ദൈവിക ഉദ്ദേശം അസാധാരണമായതാണ്. ദൈവം ഒരുക്കിയ പ്രൊവിഷൻസ് ഭയങ്കരമാണ്. പക്ഷേ പലരും ശവപ്പെട്ടിക്കകത്തിരിക്കുന്നത് പോലെയാണ്. ഞാൻ പറയാം, ഫെലോഷിപ്പ് ഉണ്ടായാൽ, ഉള്ളം തുറന്ന് നിങ്ങൾ കർത്താവിന്റെ സാന്നിധ്യത്തെ കൊതിച്ചാൽ, അവിടെ നിന്ന് ഒരു പുറപ്പാട് തരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഒരു പുറപ്പാട്. ജീസസ്. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാടിൽ ദൈവം ചെയ്ത ഒരു ഭയങ്കര കാര്യം, 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, സ്തോത്രം, അവരുടെ കലണ്ടറെ ദൈവം തിരിച്ചിട്ടു. ഈ രാത്രി ഞാൻ പറയാം, നിങ്ങൾ കൂട്ടായ്മയുടെ ആഴത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ കലണ്ടറിനെ തിരിച്ചിടാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം വരെ ആബീബ് മാസം മാസങ്ങളുടെ 7-ാമത്തെ മാസമാണ്. പക്ഷെ 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ എഴുതിയിരിക്കുക, ആബീബ് മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ 1-ാം മാസമായിരിക്കണം. എനിക്ക് മനസ്സിലായി, കലണ്ടറിനെ ദൈവം തിരിച്ചു. 7-ാം മാസം 1-ാം മാസത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഫെലോഷിപ്പിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കലണ്ടറിനെ ദൈവം തിരിച്ചിടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് കർത്താവിനെ ഇന്ന് സ്തുതിച്ചാട്ടെ. കണ്ണുകളൊന്നടച്ചേ, കണ്ണുകളൊന്നടച്ചേ, അതിരങ്ങളെ തുറന്നേ, അതിരങ്ങളെ തുറന്നേ. കർത്താവിനോട് പറഞ്ഞ്, എന്റെ കലണ്ടറിനെ ഒന്ന് തിരിക്കണേ. വായി തുറക്ക്, വായി തുറക്ക്, വായി തുറക്ക്, വായി തുറക്ക്. വിശ്വസിക്കേ, വിശ്വസിക്കേ, വിശ്വസിക്കേ. നിങ്ങൾ വായി തുറക്ക, നിങ്ങൾ വായി തുറന്ന് സംസാരിക്കേ, വായി തുറന്ന് സംസാരിക്കേ, വായി തുറന്ന് സംസാരിക്കേ, വായി തുറന്ന് സംസാരിക്കേ. എൻ്റെ കലണ്ടറിനെ ഒന്ന് തിരിക്കണമെന്ന് പറ. എൻ്റെ കലണ്ടറിനെ ഒരു പുതിയ തുടക്കം എനിക്ക് തരണം. ഞാൻ കൂട്ടായ്മയിലേക്ക് വരാം. ഒരു പുതിയ തുടക്കം എനിക്ക് താ, പുതിയ തുടക്കം എനിക്ക് താ. ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഡെസ്റ്റിനി സെന്ററിൽ വെച്ച് ജീസസ് ഈ കൂട്ടായ്മയിൽ ചിലരെ ദൈവം ആ നിലകളിൽ ഗൗരവമായി സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ നിലകളെ ഗൗരവമായി നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു.
സങ്കടങ്ങളുടെ കലണ്ടറുകളെ ദൈവം തിരിക്കാൻ പോകുകയാണ്. രാധാബ ശന്തല പ്രഗതൽ ജനാദന. വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ. ചില മിനിറ്റുകൾ ഒരുമിച്ച്